Hello, good evening everyone. Welcome to OET Speaking Speculation. This is me, 𝐒𝐩𝐞𝐜𝐮 from Neethu's Academy. So yes, this is another Tuesday at 8 p.m. We are having the speculation live here. So I hope you guys are ready with a notebook and things to make notes of all the points that we are going to cover today. അപ്പോൾ ഇന്നും നമ്മൾ വളരെ റീസെൻ്റ് ആയിട്ട് തന്നെ വന്നിട്ടുള്ളൊരു എക്സാം മോഡൽ കാർഡാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കാർഡിൽ നമ്മളൊരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ആണ് നമ്മുടെ സെറ്റിംഗ് വന്നിരിക്കുന്നത്. ആൻഡ് യു ആർ ടോക്കിംഗ് ടു 68-year-old patient and the patient is in the triage. And triage വന്നിട്ടുള്ള ഈ പേഷ്യൻറ്റിന് ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. സോ യു ആർ ടോക്കിംഗ് ടു ദ പേഷ്യൻറ്റ്. കോൺസെപ്റ്റ് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് വീട്ടിൽ വെച്ച് ഒരു വീഴ്ച സംഭവിച്ചു, ഒരു ഫോൾ ഉണ്ടായി. ആൻഡ് ഫോളിന് ശേഷമാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത്. അപ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളും എന്തൊക്കെയാണെന്നുള്ള ഇൻഫർമേഷനൊക്കെ നമ്മൾ ഗ്യാദർ ചെയ്തതിന് ശേഷം കൊടുക്കുന്ന സജഷൻസും റീഅഷ്യൂറൻസും അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റാണ് ഇതിൽ വന്നിരിക്കുന്ന ഒരു ഫോർമാറ്റ്. സോ ദിസ് ഇസ് കൈൻഡ് ഓഫ് ലൈക്ക് എ വെരി കോമൺ ഫോർമാറ്റ്. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പലതവണ പല കാർഡ്സിൽ ചെയ്തിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റാണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഇതിൽ റെപ്പിറ്റേഷൻ വന്നിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് പാറ്റേൺ ആണ്. അതിൽ വന്നിരിക്കുന്ന കോണ്ടെക്സ്റ്റോ അല്ലെങ്കിൽ ടാസ്കുകളോ എന്നുള്ളൊരു പോയിന്റ് അല്ല. പക്ഷേ ഇതുപോലത്തെ ഒരു സിമിലർ ആയിട്ടുള്ള കാർഡുകൾ എന്തായാലും ഐ എം പ്രിറ്റി ഷ്യൂർ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ എന്തായാലും ഇത് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇതൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആണ്. സോ യെസ്, വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, let's start with the discussion. അതിന് മുന്നേ I'll be showing the card for you, and remember you have 3 minutes to prepare the card. After that we will start with the discussion. So over to the screen, you have 3 minutes to prepare the card.
Welcome back everyone. So I hope all of you have gone through the card. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാർഡാണ് അല്ലേ? വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നുന്ന പോലത്തെ ഒരു കാർഡാണിത്. കാരണം ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകളൊന്നും തന്നെയില്ല. കോമൺ ആയിട്ട് നമ്മൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ വരുന്ന ടാസ്കുകളൊക്കെയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഇത്രയും സിമ്പിളായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു കാർഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു നീഡ് ടു വർക്ക് മോർ ഹാർഡ്. അത് നിങ്ങൾക്ക് ഒരു റിയലൈസേഷൻ വേണ്ടുന്ന ഒരു പോയിന്റ് തന്നെയാണ്. കാരണം ഇതൊരു വളരെ സിമ്പിൾ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഇതൊക്കെ എക്സാമിന് വരുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലക്കാണ് അല്ലേ? സോ അപ്പോൾ ഇങ്ങനത്തെ ഒരു കാർഡ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. സോ യു നോ ദാറ്റ് ദിസ് വാസ് എ റീസെൻറ്റ് എക്സാം മോഡൽ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ 5 minutes ടൈമറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടൊന്ന് സംസാരിച്ച് നോക്കുക. ആ 5 minutes നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബീറ്റ് എ സിമ്പിൾ കാർഡ്. ഓക്കെ, ദിസ് ബീങ് എ സിമ്പിൾ കാർഡ്, അത് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നമുക്ക് കുറച്ചുകൂടെ വർക്ക് ചെയ്യാനുണ്ടെന്നുള്ളതാണ് കേട്ടോ. വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു വീഴ്ചകളൊക്കെ സംഭവിക്കുന്നതായിരിക്കും. സോ ജസ്റ്റ് വർക്ക് ഇറ്റ് ഔട്ട്. സെൻറ്റൻസ് കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. സോ യെസ്, വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇവിടെ നമ്മൾ സെറ്റിംഗ് ഒക്കെ വായിക്കുമ്പോൾ യു ക്യാൻ സീ ഇറ്റ് ഇസ് എൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. ചാടി കയറി അൺനോൺ കേസ് ആണെന്ന് തീരുമാനിക്കരുത്. ദിസ് ഇസ് എൻ അൺനോൺ കേസ് ഫോർ ഷ്യൂർ. കാരണം ഫസ്റ്റ് ടാസ്കിൽ ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ദ പേഷ്യൻസ് വിസിറ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇത് അൺനോൺ കേസ് തന്നെയാണ്. പക്ഷേ ഞാനിത് സെറ്റിംഗ് വന്നതുകൊണ്ട് ഒരു കാര്യം എടുത്ത് പറയുകയാണ്. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് കണ്ടതുകൊണ്ട് ചാടി കയറി ഇത് അൺനോൺ ആയിരിക്കും എന്ന് തീരുമാനിക്കരുത് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ വായിച്ചിട്ട് അവിടെ എക്സാമിനേഷൻ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതെന്തായി മാറും? നോൺ കേസായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ക്ഷമയോടെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത പോയിന്റിലേക്ക് പോകാനായിട്ട്. സോ ഇവിടെ എന്തായാലും ഇത് അൺനോൺ കേസാണ്. ബിക്കോസ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ വായിക്കുമ്പോൾ നമ്മൾ എക്സാമിൻ ചെയ്തതായിട്ടൊന്നും പറയുന്നില്ല. ഫസ്റ്റ് ടാസ്ക് കൂടെ വായിക്കുമ്പോൾ ക്ലിയർ ആവുന്നുണ്ട് അൺനോൺ കേസ് തന്നെയാണ്. കാരണം എന്തിനാ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ വെച്ച് നമുക്ക് നമ്മുടെ ഇൻട്രോ ഫേസ് ഡിസ്കസ് ചെയ്യാം. സോ യു വിൽ ഗ്രീറ്റ്, you will say who you are, and you will ask the reason for the visit. When the patient tells you the reason for the visit, you can acknowledge that and offer help, then collect the patient's name. ഈ ഒരു 5 സ്റ്റെപ്പ് രീതിയിൽ നമുക്ക് ചെയ്തു പോകാം. ഏതൊക്കെയാണ്? ഗ്രീറ്റ്, സേ ഹൂ യു ആർ, ആസ്ക് ഫോർ ദ റീസൺ ഫോർ ദ വിസിറ്റ്, റീസൺ കേട്ട് കഴിയുമ്പോൾ അക്നോളജ് ഇറ്റ് ആൻഡ് ഓഫർ ഹെൽപ്പ്, ആൻഡ് ദെൻ കളക്ട് ദ പേഷ്യൻസ് നെയിം. ഇങ്ങനെ അല്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പേഷ്യൻറ്റിൻ്റെ പേര് ചോദിക്കുന്നത് കുറച്ച് മുന്നേ ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്തു പോവാം. ഗ്രീറ്റ് ചെയ്യുക, സേ ഹൂ യു ആർ, പേഷ്യൻ്റെ പേര് കളക്ട് ചെയ്യുക, പേരോട് കൂടി ചോദിക്കുക ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. അപ്പോൾ അവർ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് പറയാം ഓക്കെ ഡോണ്ട് വറി എന്ന് പറഞ്ഞിട്ട് അക്നോളജ് ചെയ്തിട്ട് ഹെൽപ്പ് ഓഫർ ചെയ്യാം. അപ്പോൾ 2 രീതി ചെയ്താലും സ്റ്റെപ്സ് 5 സ്റ്റെപ്പ് തന്നെയാണ് വരുന്നത്. പക്ഷേ ആകെ വ്യത്യാസം വരുന്നത് നിങ്ങൾ സ്ഥലങ്ങൾ മാറ്റി എന്നുള്ളതാണ്. പേര് കളക്ട് ചെയ്ത ഒരു പൊസിഷൻ ആദ്യത്തതിൽ നിങ്ങൾ ലാസ്റ്റ് ചെയ്തു, രണ്ടാമത് ചെയ്യുന്നതിൽ നിങ്ങൾ ആദ്യമേ ചെയ്തു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ any of these methods could be fine here. So let's call this patient Henry. So Henry എന്ന് പറയുന്ന പേഷ്യൻ്റാണ് നമ്മുടെ 68-year-old patient in the triage. ഇവിടെ നമ്മൾ ഫസ്റ്റ് പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ let's see how we can construct a statement here. Good evening. My name is Richa. I'm one of the registered nurses working in this emergency department. Could you please help me with your name for the documentation? My name is Henry. All right, Henry. Could you also tell me your age, please? 68. Okay. So yes, Henry, tell me, what can I do for you? So this is how you will start. So when the patient tells you, so look nurse, I was actually at my house and I fell down and I'm not feeling that well after the fall, so I'm a little concerned about my present condition. So you need to acknowledge that. I'm sorry to hear that, Henry, but please don't worry, you have reached the right place. I will do the needful. So you acknowledged by saying I'm sorry to hear that. Please don't worry, you have reached the right place. I will do the needful. You're offering help. And then you will move on to the next point. So this is the basic introduction you have to include in this context. I hope it is clear to everyone. അടുത്ത പോയിന്റ് നമുക്ക് നോക്കിയാലോ. ഫൈൻഡ് ഔട്ട് ഡീറ്റെയിൽസ് ഓഫ് ദ ഫോൾ എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു സൈൻ പോസ്റ്റ്. യു ഹാവ് ടു സേ സോ മൂവിങ് ഓൺ I would like to ask you some questions. So ഇപ്പോൾ ജനറൽ സ്ട്രക്ചറൊക്കെ കൊടുത്ത് ശീലിച്ചിട്ടുള്ളവരാണെങ്കിൽ this is the place where you do it കേട്ടോ. So you can say
Moving on, I'll be asking you some questions, and after that, we will discuss in further regarding your present situation. In the meantime, if you have any questions, feel free to ask me. എന്നുള്ള രീതിയിൽ കൊടുക്കുന്ന ഒരു ജനറൽ സ്ട്രക്ചർ നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. ഇനിയിപ്പോൾ അങ്ങനെ കൊടുത്ത് നിങ്ങൾ ശീലിച്ചിട്ടില്ലെങ്കിൽ you can simply sign post. Okay, moving on, I would like to ask you some questions about the fall. So is that okay? എന്ന് പറഞ്ഞ് സൈൻ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ടാസ്കിലേക്ക് കടക്കാം. സോ അങ്ങനെ ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ഈസ് ഓൺസെറ്റ്. ഓൺസെറ്റ് വരുമ്പോൾ ഞാൻ എപ്പോഴും എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യം, ഇപ്പം സ്ഥിരമായിട്ട് ക്ലാസ്സിൽ കൂടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കേട്ട് ബോർ അടിച്ചിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും ഐ വുഡ് റിപ്പീറ്റ് ഇറ്റ് സോ ദാറ്റ് യു വിൽ നെവർ ഫോർഗെറ്റ് ഇറ്റ്. ഓക്കെ, ഓൺസെറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ കാർഡ്സിൽ വരുമ്പോൾ രണ്ട് പോസിബിലിറ്റീസിലാണ് വരുന്നത്. ഫസ്റ്റ് വൺ ഇഞ്ചുറീസിൻ്റെ കൂടെയും സെക്കൻഡ് വൺ സിംറ്റംസിൻ്റെ കൂടെയും. ഇഞ്ചുറി വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഒരു കേസിൽ നമുക്ക് ഇഞ്ചുറിയാണ്, അതിൽ ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു ഇൻസിഡൻ്റ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോൾ തുടങ്ങി എന്ന് നമ്മൾ ചോദിക്കില്ല. സാധാരണഗതിയിൽ നമ്മൾ ചോദിക്കുന്നത് വെൻ ഡിഡ് ഇറ്റ് സ്റ്റാർട്ട് എന്നാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇതൊരു ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു ഇൻസിഡൻ്റ് ആണ്. സോ യു ഷുഡ് ചേഞ്ച് ദ വേർഡ് സ്റ്റാർട്ട് ഇൻ ടു ഹാപ്പൻ. വെൻ ഡിഡ് ദിസ് ഹാപ്പൻ, അല്ലെങ്കിൽ വെൻ ഡിഡ് ദിസ് ഒക്കർ, or could you tell me when did this happen എന്ന് തന്നെ അത് ചോദിക്കാം. സിംറ്റംസ് വരുമ്പോൾ എന്ത് ചെയ്യാം, ഹാപ്പൻ മാറ്റിയിട്ട് വെൻ ഡിഡ് ഇറ്റ് സ്റ്റാർട്ട്, ഇതെപ്പോൾ തുടങ്ങി എന്ന് നമുക്ക് അവിടെ ചോദിക്കാം. അപ്പോൾ ഈ ഒരു ക്ലാരിറ്റി എപ്പോഴും മനസ്സിൽ വേണം കേട്ടോ. സ്ഥിരമായിട്ട് അത് പറഞ്ഞു തരുന്നേ ഉള്ളൂ, നിങ്ങൾക്കത് അറിയാം. ഐ എം ഷ്യൂർ അബൌട്ട് ഇറ്റ്, ബട്ട് ഐ എം ജസ്റ്റ് ആഡിങ് ടു ദാറ്റ്. അപ്പോൾ നിങ്ങളത് ഒരിക്കലും മറക്കാത്ത രീതിയിൽ പിന്നെയും പറയുന്നേ ഉള്ളൂ. സോ അതാണ് ഓൺസെറ്റ്. അപ്പോൾ ഇതൊരു ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു ഫോൾ ലൈക്ക് എൻ ഇൻസിഡൻറ്റ് ആയതുകൊണ്ട് വി ആർ ആസ്കിങ് ദ ക്വസ്റ്റ്യൻ വെൻ ഡിഡ് ഇറ്റ് ഹാപ്പൻ. സോ ദ പേഷ്യൻ്റ് ഇസ് ടെല്ലിങ് യു വെൽ ഇറ്റ് ഹാപ്പൻഡ് earlier today, like in the morning എന്ന് അയാൾ പറഞ്ഞു. സോ യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, ഐ വിൽ മേക്ക് എ നോട്ട് ഓഫ് ഇറ്റ്. ബാക്ക് ചാനൽ ചെയ്യാം. ഓക്കെ, ഞാനത് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ, സിവിയറിറ്റി. Okay, so before I get into it, Sudha Deeban, hi. So you gave me the question, when did it happen? So the question is correct, പക്ഷേ ചെറിയൊരു വ്യത്യാസം നമുക്ക് വരുത്താനുള്ളത്, ചെറിയൊരു കറക്ഷൻ നമുക്ക് വരുത്താനുള്ളത് ഹാപ്പൻഡ് എന്ന് പറയുന്ന വാക്കിലാണ് കേട്ടോ. ഡിഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പൻഡ് യൂസ് ചെയ്യില്ല, ഹാപ്പൻ എന്നേ പറയാവുള്ളൂ. ഓക്കെ, സോ വെൻ ഡിഡ് ഇറ്റ് ഹാപ്പൻ, ഡിഡിൻ്റെ കൂടെ എപ്പോഴും V1 ഫോം ഓഫ് ദ വെർബ് ആയിരിക്കും വരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കണം കേട്ടോ. യെസ്, ഗുഡ് ഈവനിങ് എവ്രി വൺ. യെസ് ഗംഗ, ഹായ്. സിനി, ഹായ്, ഗുഡ് ഈവനിങ്. യെസ്, സോ നമ്മൾ ഓൺസെറ്റ് കഴിഞ്ഞു. രണ്ടാമത്തെ എന്താ, സിവിയറിറ്റിയാണ് ചോദിക്കാനുള്ളത്. സോ അപ്പോൾ എന്തിൻ്റെ സിവിയറിറ്റിയാണ് ഈ ചോദിക്കാൻ പോകുന്നത്, ഫോളിൻ്റെ സിവിയറിറ്റിയാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് കേട്ടോ. സോ ഹൗ വുഡ് യു ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ, ഹൗ സിവിയർ വാസ് ദ ഫോൾ. അവിടെ വാസ് ആണ് വരേണ്ടത്, കാരണം കഴിഞ്ഞു പോയൊരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലേ. സോ അപ്പോൾ ആ ഫോൾ എത്രത്തോളം സിവിയർ ആയിരുന്നു എന്നുള്ളതാണ് ചോദ്യം. സോ ഹൗ സിവിയർ was the fall, or could you please describe the fall to me എന്ന് ചോദിച്ചാലും മതി. Okay, so you will get to know more details about the fall. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സിവിയർ ആയിരുന്നോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാം. The next one, injuries or pain. So do you have any injuries? നിങ്ങൾക്ക് എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ പറഞ്ഞു യെസ്, എനിക്ക് കുറച്ച് ഇഞ്ചുറീസ് ഉണ്ട്. സോ നെക്സ്റ്റ് വൺ എന്താ, പെയിൻ. പെയിൻ നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റാം, ഇസ് ഇറ്റ് പെയിൻഫുൾ or do you have pain? ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കത് കൺസ്ട്രക്റ്റ് ചെയ്യാം. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് വേസ് ഓഫ് ഹൗ യു വിൽ ആസ്ക് ക്വസ്റ്റ്യൻസ് ഫോർ ദീസ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഗിവൻ ഇൻ ടാസ്ക് നമ്പർ 2. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, അടുത്ത ടാസ്കിലും എക്സ്പ്ലോർ പൊട്ടൻഷ്യൽ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ടു ദ ഫോൾ. എക്സ്പ്ലോർ ആണല്ലേ, അതിനർത്ഥം എന്താ, ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യമാണ്, ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ഒക്കെ ഇതുപോലെ 2 ടാസ്കിൽ സെപ്പറേറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് മാത്രം പറഞ്ഞാൽ മതി, ഐ ഹാവ് ഫ്യൂ മോർ ക്വസ്റ്റ്യൻസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അവിടെ നിങ്ങൾ വേറൊരു ട്രാൻസിഷൻ ഇടുകയോ അല്ലെങ്കിൽ പിന്നെയും സൈൻ പോസ്റ്റ് ചെയ്യുകയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഐ ഹാവ് ഫ്യൂ മോർ ക്വസ്റ്റ്യൻസ് ഇന്നേവേ ഒരു സൈൻ പോസ്റ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. പക്ഷേ നിങ്ങൾ പെർമിഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് പറയണ എനിക്ക് 1-2 ചോദ്യങ്ങൾ കൂടെ ചോദിക്കാനുണ്ട്. സോ യു ക്യാൻ സിംപ്ലി സേ ഐ ഹാവ് ഫ്യൂ മോർ ക്വസ്റ്റ്യൻസ് ആൻഡ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പോയിന്റ്. എന്താണ് അവിടെ വന്നിരിക്കുന്നത്, എക്സ്പ്ലോർ പൊട്ടൻഷ്യൽ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ടു ദ ഫോൾ. ഈ പറഞ്ഞിട്ടുള്ള പോലെ ഡിസിനസ്സോ എന്തെങ്കിലും ട്രിപ്പിംഗ് ഹസാർഡ്സോ അവിടെ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് അല്ലേ. സോ വാട്ട് യു ക്യാൻ ഡു ഇസ് യു ക്യാൻ ആസ്ക് ദ ക്വസ്റ്റ്യൻ, സോ ഹെൻറി, ഐ വുഡ് ലൈക്ക് ടു നോ വെദർ യു ഹാഡ് എനി കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ടു ദ ഫോൾ, ലൈക്ക് ഡിഡ് യു ഫീൽ ഡിസി അറ്റ് ദാറ്റ് ടൈം. സ്പ്ലിറ്റ് ചെയ്ത് തന്നെ ചോദിക്കുക. ആ സമയത്ത് നിങ്ങൾ ഡിസി ആയിട്ട് വല്ലതും ഫീൽ ചെയ്തോ, യു വിൽ ഗെറ്റ് ദി പോയിന്റ്. ആൻസർ അവിടെ കിട്ടും. അടുത്ത എന്താ, ട്രിപ്പിംഗ് ഹസാർഡ്സ്. സോ വേർ ദർ എനി ട്രിപ്പിംഗ് ഹസാർഡ്സ് അറൗണ്ട് ദെയർ?
അവിടെ എന്തെങ്കിലും ട്രിപ്പിംഗ് ഹസാർഡ്സ് ഡിഡ് യു ട്രിപ്പ് ഓൺ എനിത്തിങ് എന്ന് ചോദിച്ചാലും മതി. ഡിഡ് യു trip on anything? So that is how you can ask that question. So once you have finished asking all these questions, that's an end to the information gathering part. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സമ്മറി എന്ന് പറയുന്ന കാര്യത്തിലേക്ക് കടക്കാം. You can say, thank you for answering all my questions. From what you told me, I understand that you had a fall earlier today. It was a very severe fall because you sustained some injuries and you are in pain. At that time, you felt a little bit dizzy. എന്ന് പറഞ്ഞിട്ട് നമുക്ക് wind up ചെയ്യാം. Am I right? Okay, so the patient said, yes, you are right. So then you're moving to the next task where you're going to reassure the patient about the injury. അപ്പോൾ ഒന്നെങ്കിൽ am I right കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് yes, you are right പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഒരു അക്നോളജ്മെൻറ്റിൻ്റെ ആവശ്യം മാത്രമേ വരാറുള്ളൂ. പിന്നെ സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ട്രാൻസിഷൻ ഇല്ലാത്തത്, ഡിഫോൾട്ടായിട്ടൊരു ട്രാൻസിഷൻ തന്നിട്ടില്ലാത്ത ടാസ്കിന് ശേഷം റീഅഷ്യൂർ കൊണ്ടാണ് ആ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഡു യു ഹാവ് എനി കൺസേൺസ് ചോദിച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനെന്ന് കേട്ടോ. അത് വേണമെങ്കിൽ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. സോ യു ആസ്ക് ദ ക്വസ്റ്റൻ ആം ഐ റൈറ്റ് ആൻഡ് ദ പേഷ്യൻറ്റ് സേസ് യെസ് യു ആർ റൈറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ചോദിക്കാം. ഓക്കെ, സോ ഹെൻറി, ഈസ് ദർ എനിത്തിങ് ദാറ്റ് ഈസ് ട്രബിളിങ് യു? വുഡ് യു ലൈക്ക് ടു ടോക്ക് ടു മീ അബൌട്ട് എനിത്തിങ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നിർത്തിയൊരു പോയിന്റിനെ റീഅഷ്യൂർ ചെയ്യുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുകയും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ ഫ്ലെക്സിബിൾ ആയിട്ട് തോന്നുന്നത് ആ ഒരു പോയിന്റ് നമുക്കിവിടെ ആഡ് ചെയ്യാം. ഓക്കെ, യെസ്. Alright, so Santana has said, did you have any tripping hazard right ആണോ? No, അങ്ങനെയല്ല. Did you have any tripping hazard? അല്ല, ട്രിപ്പിംഗ് ഹസാർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തെന്നി വീഴാനായിട്ടുള്ള സാഹചര്യം എന്തെങ്കിലും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. സോ ഡിഡ് യു ഹാവ് എന്നുള്ളതിനെ പറ്റി പകരം വേർ ദെയർ എനി ട്രിപ്പിംഗ് ഹസാർഡ്സ് ഓർ ഡിഡ് യു ട്രിപ്പ് ഓൺ എനിത്തിങ് എന്ന് ചോദിച്ചാലും മതി. ഓക്കെ, അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്തേക്ക് കേട്ടോ. Alright, so that is how you can do the next point. You can move on to the next task by asking the question. So, is there anything that is bothering you? Would you like to ask me anything before we get into further discussions? എന്നൊക്കെ ചോദിക്കാം. So the patient tells you, yes, I am concerned about the injury. Like, I have some injuries here, so will that be okay? I'm too old to be sustaining all these things. എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ കൺസേൺ പറഞ്ഞു. So you're going to reassure about the injury. കോമൺ ഇഞ്ചുറീസ്, ഒരു ഫോളിൽ നിന്ന് സംഭവിക്കാവുന്ന കോമൺ ആയിട്ടുള്ള ഇഞ്ചുറീസേ വന്നിട്ടുള്ളൂ, സീരിയസ് അല്ല എന്നുള്ളൊരു പോയിന്റ് നമ്മൾ സംസാരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇനി വീഴാതിരിക്കാനുള്ള പ്രിവെൻഷൻ മെത്തേഡ്സ് കൂടി നമ്മൾ പറയാണ് കേട്ടോ. സോ എങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് എന്ത് ചെയ്യണം? അക്നോളജ് ചെയ്യണം. തീർച്ചയായിട്ടും എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, പേഷ്യൻറ്റ് നിങ്ങളുടെ അടുത്ത് ഒരു കൺസേൺ റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു അക്നോളജ്. ആ ചോദ്യം നിങ്ങൾ കേട്ടു എന്നവർ ബോധ്യപ്പെടുത്തണം. എന്നിട്ട് മാത്രമേ എക്സ്പ്ലനേഷനിലേക്ക് എന്തൊക്കെ വന്നാലും നിങ്ങൾ കടക്കാവുള്ളൂ കേട്ടോ. സോ ഓൾവേസ് റിമെമ്പർ, ഇതൊക്കെയാണ് നമ്മൾ പേഷ്യൻറ്റ് സെൻട്രിക് ആയിട്ട് ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ പലരും പറയാറുണ്ട് കുറച്ചുകൂടെ പേഷ്യൻറ്റ് സെൻട്രിക് ആകൂ എന്നൊക്കെ എപ്പോഴും കിട്ടുന്ന സജഷൻസ് ആണല്ലേ. ഇങ്ങനെ ടാസ്കിൽ മാത്രം മുഴുകിയിരിക്കാതെ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് പേഷ്യൻറ്റ് സെൻട്രിക് ആയിട്ട് സംസാരിക്കൂ എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ പേഷ്യൻറ്റ് സെൻട്രിക് ആവേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? ഇതൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്. വോയിസ് മോഡുലേഷൻ ശ്രദ്ധിക്കണം. നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നിർത്തി വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കണം. അവർക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് നോളേജ് ഉണ്ടോ എന്ന് ചോദിക്കണം. അവർ ഓരോ കൺസേൺസ് പറയുന്ന സമയത്ത് അത് നിങ്ങൾ അക്നോളജ് ചെയ്യണം. ഓക്കെ, ഞാനത് കേട്ടു, ഓക്കെ, നിങ്ങളുടെ കൺസേൺ ഇതല്ലേ, എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് പ്രോബ്ലം ഇതാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അക്നോളജ് ചെയ്യണം. ഇതൊക്കെയാണ് പേഷ്യൻറ്റ് സെൻട്രിക് ആവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ മെയിൻലി വോയിസ് മോഡുലേഷൻ. എല്ലാവരും പറഞ്ഞത് ശരി തന്നെയാണ്. കാരണം ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ ടോൺ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അയാൾ ദേഷ്യപ്പെട്ടാണോ സംസാരിക്കുന്നത്, ഇൻസൾട്ടിംഗ് ആയിട്ടാണോ അതോ പൊളൈറ്റ് ആയിട്ടാണോ എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത്? അയാളുടെ സംസാര രീതി വെച്ചിട്ടാണ്, അയാളുടെ വോയിസ് മോഡുലേഷൻ വെച്ചിട്ടാണ്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. നിങ്ങൾ ടാസ്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒറ്റ സ്ട്രെച്ചിൽ ടാസ്ക് ചെയ്ത് തീർത്താൽ അവിടെ പേഷ്യൻറ്റ് സെൻട്രിക് അല്ല, യു ബിക്കെയിം ടാസ്ക് സെൻട്രിക്, ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ട് പോയി അവിടെ. അപ്പോൾ അങ്ങനെ വരാതെ കുറച്ചുകൂടി പേഷ്യൻറ്റ് സെൻട്രിക് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് ആൻ അക്നോളജ്മെൻറ്റ്. ഐ ക്യാൻ സെൻസ് ദാറ്റ് യു ആർ റിയലി കൺസേൺഡ് അബൌട്ട് ദ ഇഞ്ചുറീസ് യു സസ്റ്റെയിൻഡ് ഫ്രം ദ ഫോൾ. ഓക്കെ, ഒരു ഫോളിൽ നിന്നുണ്ടാവുന്ന സർജറിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കണക്റ്റീവ് വേർഡാണ് സസ്റ്റെയിൻഡ് ഇഞ്ചുറീസ് അല്ലേ. സോ യു ക്യാൻ സേ ഐ അണ്ടർസ്റ്റാൻഡ് യു ആർ വറീഡ് ഓർ യു ആർ കൺസേൺഡ് അബൌട്ട് ദ ഇഞ്ചുറീസ് യു സസ്റ്റെയിൻഡ് from the fall. But if it gives you any peace of mind, I reassure you that the injuries you have are quite common after a fall. It's not to be serious, or it is not to be worried about, or it's not that serious എന്ന് പറയുമ്പോൾ ആ ഒരു പോയിന്റ് കഴിയും.
Okay, the injuries that you sustained from the fall are very common. There is nothing for you to be worried about. It's not that serious. However, അതൊന്നും പേടിക്കാനില്ല. പക്ഷേ അല്ലെങ്കിൽ പക്ഷേക്ക് പകരം having said that എന്നും ഉപയോഗിക്കാം. Having said that, I would like to talk to you about the importance of fall prevention methods, or I would like to talk to you about the importance of preventing you from falls in the future. എന്നൊക്കെ പറയാം. Okay? എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? Securing rugs. It is important to use secure rugs in rooms. And please use handrails while you are climbing up or coming down the stairs. And try to wear non-slip footwear. So it will help you from falls. എന്ന് പറയുമ്പോൾ ആ ഒരു പോയിന്റ് കഴിയും. സോ ഇവിടെ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള ഓരോ ബുള്ളറ്റ് പോയിന്റ്സിനും കോമൺ ആയിട്ടുള്ള പോയിന്റ് എന്താ? ആർക്കെങ്കിലും ഒന്ന് കോമെൻറ്റ് ചെയ്യാവോ? ഈ സെക്യൂറിങ് റഗ്സ്, യൂസിങ് ഹാൻഡ് റെയിൽസ്, വെയറിങ് നോൺ സ്ലിപ്പ് ഫുട്വെയർ, ഈ 3 കാര്യത്തിൽ അല്ലെങ്കിൽ ഈ 3 ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്ന പോയിന്റിൽ കോമൺ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിരിക്കുന്ന കാര്യം എന്താണ്? ഒന്ന് കോമെൻറ്റ് ചെയ്തേ. What did you see in common in these 3 bullet points? I'll give you a few seconds time. What did you see? Yes. ഒന്ന് നോക്കിയിട്ടൊന്ന് കോമെൻറ്റ് ചെയ്തേ. എന്താണ് ഈ 3 പോയിന്റ്സിൽ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പോയിന്റ്? Securing rugs, using handrails, wearing non-slip footwear. ഇതിൽ കോമൺ ആയിട്ടുള്ള പോയിന്റ് എന്താണ്? യെസ്. എനിവൺ? എന്തെങ്കിലും കോമൺ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇഫ് യു നോട്ടീസ് എനിത്തിങ് ഇൻ കോമൺ, ഡു ലെറ്റ് മി നോ ദ കോമൻറ്റ് സെഷൻ കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ബട്ട് ഐ ജസ്റ്റ് ഗീവ് എ ഫ്യൂ സെക്കൻഡ്സ് ടൈം. ആർക്കെങ്കിലും എന്തെങ്കിലും കോമൺ ആയിട്ട് തോന്നുന്നുണ്ട് എന്നാണെങ്കിൽ ഒന്ന് കോമെൻറ്റ് ചെയ്തേ. കാരണം അത് വെച്ച് സെൻറ്റൻസ് കൺസ്ട്രക്ഷനിൽ നമുക്കൊരു ഒരു ഒരു ടിപ്പ് പഠിക്കാം. ഓക്കെ, എങ്ങനെയാണ് ഈസി ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യേണ്ട സെൻറ്റൻസ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ട്രിക്ക്. സോ യെസ്, ലെറ്റ് മീ നോ. സിമി ഹാസ് സെഡ് പ്രിവെൻഷൻ ആണ്. ഓക്കെ, പ്രിവെൻഷൻ ആണ്, പ്രിവെൻഷൻ മെത്തേഡ്സ് ആണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ 3 വാക്കുകൾ, ഓക്കെ, ഐ ജസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ദ വേർഡ്സ് ഫോർ യു. സെക്യൂറിങ്, യൂസിങ്, വെയറിങ്. ഈ 3 വാക്കുകളുടെ പ്രത്യേകത എന്താ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കോമൺ ആയിട്ട്? Verb plus ing form. Very good, Jagan. Excellent. So securing in a secure plus ing form uണ്ടല്ലേ? Using in a use plus ing form ഉണ്ട്. Wearing in a wear plus ing form ഉണ്ട്. Yes, Genka, preventive methods ആണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ 3 വാക്കുകൾക്കൊരു കോമൺ ഫോം ഈ ing ഫോം ആണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ബ്രാക്കറ്റിൽ ing ഫോം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഇതിൻ്റെ കൂടെ 4 ആഡ് ചെയ്യാം. ഓക്കെ, 4 എന്ന് പറഞ്ഞ ആഡ് ചെയ്യാം. പക്ഷേ അത് സെൻറ്റൻസ് കൺസ്ട്രക്ഷനിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ ing ഫോം എടുത്ത് മാറ്റുക. അപ്പോൾ അതെന്തായി മാറും? സെക്യൂറിങ് സെക്യൂറായി മാറും, യൂസിങ് യൂസായി മാറും, വെയറിങ് വെയറായി മാറും. എന്നിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മുന്നിൽ നമ്മളൊരു 2 ആഡ് ചെയ്താൽ മതി. യെസ് സാന്ത്വന, ing ഫോമാണ് വന്നിരിക്കുന്നത് അല്ലേ? കറക്റ്റ് 2 ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് പറയും? 2 secure, 2 use, ടു വെയർ എന്ന് വരും. ഈ രീതിയിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. പക്ഷേ ഈ ഒരു സെൻറ്റൻസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയും ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ഓരോന്ന് പറഞ്ഞു പോകും. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സെക്യൂർ ദ റഗ്സ് ഇൻ ദ റൂംസ് ആൻഡ് ടു യൂസ് ഹാൻഡ് റെയിൽസ് വൈൽ ഗോയിങ് അപ്പ് ആൻഡ് കമ്മിങ് ഡൗൺ ദ സ്റ്റെയർസ് ആൻഡ് ടു വെയർ നോൺ സ്ലിപ്പറി ഫുട്വെയർസ് എന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ അവിടെ നടക്കും. ഇപ്പം നമ്മളവിടെ ചെയ്ത കാര്യം എന്താ? ing ഫോമിൽ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ing മാറ്റി അതിൻ്റെ ബേസ് ഫോമിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അതിന് മുന്നിൽ 2 ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കണ്ടിന്യൂറ്റി കിട്ടി. ഓക്കെ, സോ ഐ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് സെൻറ്റൻസ് വൺ മോർ ടൈം. യു ക്യാൻ സേ I would like to discuss with you the importance of fall prevention methods. So please note it is important to secure the rugs in the room and it is important, pinny important വേണം, and to use handrails while going up and coming down the stairs and to wear non-slippery footwears while you're at home.
or while you are walking എന്ന് പറയാം. Okay, so then it will be easily constructed. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി തൊട്ട് ing ഫോംസ് കാണുമ്പോൾ എന്ത് ചെയ്യുക, അതിനെ ഒന്ന് ബേസ് ഫോമിലേക്ക് മാറ്റുക, അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ടു ആഡ് ചെയ്യുക. സോ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ യു ടു കൺസ്ട്രക്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ ing ഫോമിൻ്റെ കൂടെ നമ്മളെപ്പോഴും 4 ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. Okay, so that is how we can construct the statement here. So I hope it is clear. ഇത് പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് പറയാം, so if you follow these instructions it will be better, അല്ലെങ്കിൽ if you follow these instructions you can prevent falling എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു reassurance point കൂടെ കൊടുത്തിട്ട് ചോദിക്കാം, do you have any concerns or questions. ഡിഫോൾട്ട് ആയിട്ട് ട്രാൻസിഷൻ അവിടെ തന്നിട്ടുണ്ടല്ലേ, ഫൈൻഡ് ഔട്ട് എനി കൺസേൺസ് ഓർ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് അവിടെ കാണാം. സോ എന്ത് ചെയ്താൽ മതി, do you have any concerns or questions. അപ്പോൾ അവർ ചോദിക്കും, ഓക്കെ എനിക്ക് മനസ്സിലായി എന്തൊക്കെയാണ് ഇനി വീഴാതിരിക്കാൻ ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ ഇപ്പോഴത്തെ ഇഞ്ചുറീസിന് എന്താ ചെയ്യേണ്ടത് എന്നവർ ചോദിച്ചു. സോ നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്, എക്സ്പ്ലെയിൻ ദ നെക്സ്റ്റ് സ്റ്റെപ്സ്. കോമൺ ആയിട്ട് എക്സാമിന് വരുന്ന ഒരു ടാസ്ക് ആണിത് എന്ന് ഞാൻ റിപ്പീറ്റഡ്ലി നമ്മുടെ സ്പീക്കിംഗ് ക്ലബ്ബിൽ പറയുന്ന ഒരു കാര്യമാണ് അല്ലേ. കാരണം സ്പീക്കിംഗ് ക്ലബ്ബിൽ വരുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് എന്താ ചെയ്യുന്നത്, കോമൺ ആയിട്ട് വരുന്ന എക്സാം കാർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ആ ഡിസ്കസ് ചെയ്യുന്ന കാർഡ്സിൽ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ടാസ്കുകൾ, ചില ടാസ്കുകൾ എൻറ്റയർലി അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യപ്പെടാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന ടാസ്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് അതിനൊക്കെ ഓരോ സെൻറ്റൻസുകൾ പ്രീ പ്ലാൻ ചെയ്ത് പഠിച്ചൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഐ എം പ്രിറ്റി ഷ്യൂർ ദർ ആർ ലോട്ട് ഓഫ് യു ഹു ആർ മൈ കോൺസ്റ്റൻറ്റ് സ്പെക്കുലേഷൻ സ്പീക്കിംഗ് ക്ലബ് പീപ്പിൾ in the speculation live as well. അപ്പോൾ ഒന്ന് കോമെൻറ്റ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്സ് ഒന്ന് വന്നാൽ എന്താണ് നമുക്ക് ഈസി ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്സിന് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്. യെസ്, so there are a couple of people I know already. Yes, Simi, Genka, Jagan, please comment, let me know in the comment section. Yes, Santwana, what is the statement that you guys have learned to expand next steps. Explore the relevance of these. അല്ലെങ്കിൽ explain the next steps. Find out any concerns or questions. Outline the next step. ഇങ്ങനത്തെ റിപ്പീറ്റഡ് ആവുന്ന കുറേ സെൻറ്റൻസുകളുണ്ട്. അങ്ങനത്തെ സെൻറ്റൻസുകൾക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിച്ചു വെച്ചാൽ ഏത് കോണ്ടെക്സ്റ്റിലാണെങ്കിലും ഒരൊറ്റ രീതിയിൽ തന്നെ ചെയ്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി ഈസി ആവില്ല നമുക്ക് കാര്യങ്ങൾ അല്ലേ. യെസ് വിദ്യ, I will explain to you what we are going to do next. Excellent, very good. So moving on, I'll explain to you what we are going to do next. Very good, beautifully done. So ഇങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടോ? Anyone? Any other statements? വേറെ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കോമെൻറ്റ് കേട്ടോ. So Shamini has commented, let me take you through the next step. Very good. Let me take you through the next step. Let me tell you or explain to you what we are going to do next. ഇതൊക്കെ പറയാം. വെരി ഗുഡ്, വെരി ഗുഡ്. സോ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഹാൻഡി കേട്ടോ. നമുക്ക് ആ ഒരു കോണ്ടെക്സ്റ്റ് വരുമ്പോൾ ഈസി ആയിട്ട് അങ്ങ് യൂസ് ചെയ്യാം. കാരണം ഇവിടെ ഇപ്പോൾ എക്സ്പ്ലെയിൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഈ 4 വാക്കുകൾ ഓക്കെ എല്ലാ കാർഡ്സിലും ഇതെപ്പോൾ വന്നാലും ഇതേ രീതി തന്നെയാണ് വരുന്നത്. സോ യു ജസ്റ്റ് നീഡ് 1 സെൻറ്റൻസ് ഫോർ ദാറ്റ്. അത് പഠിച്ചങ്ങ് വെക്കുക, അത് കാണുമ്പോൾ അതങ്ങ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് മീ ടേക്ക് യു ത്രൂ വാട്ട് വി ആർ ഗോയിങ് ടു ഡു നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ്പാൻഷനായി എന്താ ചെയ്യാൻ പോകുന്നത്, ക്ലീനിങ്, അസസിങ് ദ വൂണ്ട്, എക്സാമിനേഷൻ ബൈ എ ഡോക്ടർ, പോസിബിൾ എക്സ്റേ ടു ചെക്ക് ഫോർ ബോൺ, ടെൻഡൻ ഡാമേജ്, അപ്രോപ്രിയേറ്റ് പെയിൻ റിലീഫ് മെഡിക്കേഷൻസ്. ഇത്രയുമാണ് നമ്മൾ പറയാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ക്ലീനിങ്, അസസിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാം, ക്ലീനിങ്ങിൻ്റെയും അസസിങ്ങിൻ്റെയും ING ഫോം അങ്ങെടുത്ത് മാറ്റാൻ പോവാം. ഓക്കെ, സോ അപ്പോൾ നമ്മളത് ക്ലീൻ ആക്കുന്നു, അസസ് ആക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് പറയും, ഫസ്റ്റ് വി വിൽ ക്ലീൻ ആൻഡ് അസസ് ദ വൂണ്ട്, ദെൻ യു വിൽ ബി എക്സാമിൻഡ് ബൈ എ ഡോക്ടർ. There is a possibility the doctor will order for an X-ray to check for bone or tendon damage. And we understand you are in pain, so we will provide you with appropriate pain relief medications.
So please do not worry. We have an experienced team here to take care of you. So you're in safe hands. In the point. Okay, so I'll do that one more time. So subject, it is important for me to say. Very beautifully done. You can say that too. It is important for me to say what we are going to do next. And that's a continuation. You can just add that. It is important for me to say is a very nice statement. Good job, subject. Everyone please take a note of it. ഇതിൽ നിങ്ങൾ കാണുന്ന നല്ല നല്ല സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തേക്കുക. അത് ഞാൻ ആദ്യമേ തന്നെ ഒരു നോട്ട്ബുക്ക് ഒക്കെ ആയിട്ട് ഇരിക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചില നല്ല നല്ല സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ ലേൺ ചെയ്യുമ്പോൾ, ഒരു ഗ്രൂപ്പായിട്ട് നമ്മളെല്ലാം ഇരുന്ന് ഷെയർ ചെയ്ത് പഠിക്കുമ്പോൾ വി ക്യാൻ ലേൺ ടുഗെദർ അല്ലേ. സോ നിങ്ങൾക്കറിയാവുന്നതും ബാക്കിയുള്ളവരുമായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ നമുക്കൊന്ന് ക്ലബ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് കുറേ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ബിൽഡ് ഓൺ ചെയ്യുക കേട്ടോ. സോ യെസ്, ദാറ്റ് ഈസ് ഹൗ വി ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും അതിന് മുന്നേ വന്നിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻറ്റ്സും കൂടെ ക്ലബ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്സ് എങ്ങനെ പറയാമെന്ന് പറയാം. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ടു സേ വാട്ട് വി ആർ ഗോയിങ് ടു ഡു നെക്സ്റ്റ്. വി വിൽ ക്ലീൻ ആൻഡ് അസസ് ദ വൂണ്ട്. Later, the doctor will examine you and he might order for an X-ray to check for bone or tendon damage. And we understand you are in pain, so we will provide appropriate pain relief medications for you. Please do not worry. We have a very good experienced team here to take care of you, so you are in safe hands. This is how I'll complete this task. ഈ ഒരു ടാസ്കിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതി എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാവോ? പ്ലീസ് ലെറ്റ് മീ നോ. ഹൗ ഡിഡ് ഐ ഡു ദിസ് ടാസ്ക്? ബാക്കി ചെയ്യുന്ന ടാസ്കുകൾ പോലെയല്ല നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്സ് ചെയ്യേണ്ടത്. ഇനി വരാനിരിക്കുന്ന ടാസ്ക്കാണത്, അതായത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന് നമ്മളൊരു സ്പെഷ്യൽ രീതി തന്നെ ചെയ്യണം. എന്താണ് ആ സ്പെഷ്യൽ രീതി? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രീവിയസ് ടാസ്ക് ആൻഡ് ദിസ് ടാസ്ക്? പ്ലീസ് ലെറ്റ് മീ ഇൻ ദ കോമെൻറ്റ് സെഷൻ. നെക്സ്റ്റ് സ്റ്റെപ്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? വാട്ട് ഷുഡ് യു കീപ്പ് ഇൻ മൈൻഡ് or consider while you're doing next steps task? This is an important point. Yes, Santuna has said it well. കാരണം ഇത് ഫ്യൂച്ചർ ടെൻസ് ആണല്ലേ. നടക്കാൻ പോകുന്ന കാര്യം, ഇപ്പം നടന്ന കാര്യമാണോ? അല്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഏത് ടെൻസ് വേണം? ഫ്യൂച്ചർ ടെൻസ് വേണം. സോ ഇവിടെ വിൽ എന്നുള്ളൊരു പോയിന്റ് തന്നെ വേണം. വി വിൽ ക്ലീൻ ആൻഡ് അസസ് ദ വൂണ്ട്. ദ ഡോക്ടർ വിൽ എക്സാമിൻ യു and the doctor will order for an X-ray to check for bone or tendon damage. We understand you are in pain, but please don't worry. We will give you appropriate pain relief medication. You see that? So, padukonda adu shraddhikka. So, yes, Swati has said the same thing. Shamini has said future tense. Simi has said reassure endayilum cheyanam, which is true. Appo njan chodicha chodyathulla maruvadi allengilum, which is an important point, reassure ചെയ്തിട്ടുണ്ടാവണം. ഈ ഒരു പോയിന്റ് പറഞ്ഞതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യുന്ന പോയിന്റ് ആയിരുന്നു എന്ത്? We have a very good medical staff here, or a medical team here. We will take really good care of you. ആ reassurance നമ്മൾ എന്തായാലും ചെയ്യണം അല്ലേ. സോ ആ ഒരു പോയിന്റ് ആണ് സെമി എടുത്ത് പറഞ്ഞിരിക്കുന്നത്, which is good. ഗംഗ ഓൾസോ മെൻഷൻ ദ സെയിം തിങ്. എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ സജഷൻസ് പറഞ്ഞതിന് ശേഷം പേഷ്യൻറ്റിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക. നിങ്ങൾ ഇൻഫർമേഷനൊക്കെ ഇതാണ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെയാണ് ഇതിൻ്റെ പോയിന്റ്സ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇൻഫർമേഷൻ കൊടുത്തതിന് ശേഷം മനസ്സിലായോ ഒന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ റീഅഷ്യൂർ ചെയ്തിട്ട് മനസ്സിലായോ ഒന്ന് ചെക്ക് ചെയ്യുക. ഈ പോയിന്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. സോ അതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ. Then you have find out the patient's willingness to wait to see the doctor. Okay, so is it okay for you to wait to see the doctor? And the simple line ചോദിച്ചാൽ മതി. Is it okay for you to wait to see the doctor? എന്ന് പറയുമ്പോൾ ആ ഒരു പോയിന്റ് അവിടെ കഴിയും. So that he says, yeah, that is okay with me. Then you will just go over the entire point one more time. You will say, okay, so having said that, well, in that case, I hope everything is clear to you. There is nothing for you to be worried about. As I mentioned, we need to do so and so things. So before that, I need to complete the assessment. So may I continue with it? എന്ന് പറയുമ്പോൾ ആ ഒരു പോയിന്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ലാസ്റ്റ് ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. Okay, so that is how we can do the entire point. And when the patient says, yes, please continue പറയുമ്പോൾ thank you for your cooperation എന്നുള്ള ഒറ്റ ലൈൻ കൊണ്ട് നിങ്ങൾ എൻഡ് ചെയ്യണം. So that is the entire execution of this beautiful card. So Santana has mentioned, did you understand what I said? Yes, beautifully done. നല്ലൊരു ചോദ്യമാണ് കേട്ടോ, അതങ്ങനെ ചോദിച്ചു പോയാൽ മതി. Okay, so this is how this card can be done. I hope it is clear to everyone. അപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ കാർഡ്സ് ഒക്കെ ചിലപ്പോൾ എക്സാമിന് വരാൻ കേട്ടോ. എപ്പോഴും വലിയ വലിയ പോയിന്റ്സ് തന്നെ വരുമെന്ന് നിങ്ങൾ പേടിക്കേണ്ട, ഇങ്ങനെ വരാം. ഇനി ഏത് കാർഡ് വന്നാലും
നമുക്ക് ചെയ്യാൻ പറ്റണം. ചിലപ്പോൾ ബിക്കോസ് ഐ ഹാവ് ഹേർഡ് പീപ്പിൾ ടെല്ലിങ് മീ ഇത് ഈ കാർഡ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്തേനെ, എനിക്ക് ഈ കാർഡിൻ്റെ പ്രശ്നമാണ് തോന്നുന്നത്, അങ്ങനെയൊക്കെ പറയും. കാർഡിൻ്റെ പ്രശ്നമല്ല കേട്ടോ. ഡു നോട്ട് ബ്ലെയിം ദ കാർഡ്. ബിക്കോസ് എല്ലാ കാർഡിലും ചെയ്യേണ്ട പാറ്റേണും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കുറേ തിയറി ക്ലാസ്സുകളും നിങ്ങളുടെ 1-to-1 സെഷൻസിൽ നിന്നും സ്പീക്കിംഗ് ക്ലബിൽ നിന്നൊക്കെ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ മതി നമുക്ക് കാർഡുകൾ ചെയ്യാനോ എക്സാം അറ്റൻഡ് ചെയ്യാനോ ഒക്കെ. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ്, ഏത് കാർഡ് വന്നാലും ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പ്രാപ്തരാവണം. അപ്പോൾ അതിന് വേണ്ടുന്ന വർക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കാർഡ് ഈസി ആണെങ്കിൽ ഞാൻ പെർഫോം ചെയ്യും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കരുത് കേട്ടോ. സോ ചേഞ്ച് ദാറ്റ് ആറ്റിറ്റ്യൂഡ്, കീപ് വർക്കിംഗ് ഹാർഡ്. സോ ഓൾ ദ വെരി ബെസ്റ്റ് എവ്രി വൺ. Thank you for being very patient with me today for this live. I'll be seeing you guys next week at the same time with another exam card. In the meantime, if you have any suggestions, ഏതെങ്കിലും പർട്ടിക്കുലർ കാർഡുകൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും ലൈവ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കമൻറ്റ് എടുത്ത് നോക്കുന്നതായിരിക്കും. ആ സമയത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ ഐ വിൽ ലുക്ക് ഇൻ ടു ഇറ്റ്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ യു ക്യാൻ കോൺടാക്ട് you can join the speaking club and you can let me know in the club as well. Okay, so that's all for today. I hope you guys learned something new today. So I'll see you guys next week. Until then, take care and good night everyone.